ഹലോ നമസ്കാരം. സെൽഫ് മിററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പവിഴം. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചാണ്, ലൈഫ് കോച്ചാണ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ട്രെയിനർ, ഹിപ്നോട്ടിസ്റ്റാണ്. എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പോസിറ്റീവായിരിക്കണം, ഭയങ്കര ആഗ്രഹമുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും കഴിഞ്ഞു പോയ കാലത്ത് അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ മൈൻഡിലേക്ക് കയറി വരികയാണ്. അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ സംഭവിച്ചേക്കാം എന്ന് ഭയപ്പെടുന്ന കുറേയധികം കാര്യങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിൽ വെറുതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോസിറ്റീവ് ആകാനായിട്ട് പറ്റുന്നില്ല. എന്താണ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് പോസിറ്റീവ് ആകാൻ പറ്റുന്നില്ല എങ്കിൽ, നെഗറ്റിവിറ്റിയാണ് എപ്പോഴും വരുന്നത് എങ്കിൽ, അതൊരിക്കലും നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല, നിങ്ങളൊരു മോശം വ്യക്തി ആയതുകൊണ്ടല്ല നിങ്ങൾക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കാത്തത്. നമ്മൾ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കാലം തൊട്ട് തന്നെ നമ്മളെ ആ ഒരു കുഞ്ഞ് ബ്രെയിനൊക്കെ രൂപപ്പെട്ട് വരുന്ന സമയത്ത് നമ്മളുടെ അമ്മ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് കുറേ ഇമോഷൻസ്, അത് ഏത് തരത്തിലായിക്കോട്ടെ, നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, ഇത് എന്ത് തന്നെയാണെങ്കിലും അത് വെച്ചിട്ടാണ് നമ്മളുടെ ബ്രെയിനിൽ പാറ്റേണുകൾ ഉണ്ടാകുന്നത്. അത് അമ്മ ഒരുപാട് മോശം സിറ്റുവേഷനിലൂടെ കടന്നുപോയി എങ്കിൽ നമുക്ക് അതിൻ്റെ ആഘാതം നല്ലപോലെ ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന പാറ്റേണുകൾ ആ രീതിയിലായിരിക്കും. പലപ്പോഴും കേട്ടിട്ടുണ്ടാവില്ല, ഗർഭിണികളെ സന്തോഷമായിട്ട് വെക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങി കൊടുക്കണം, അവരെ വിഷമിപ്പിക്കരുത്, ഹാപ്പി ആയിട്ട് വെക്കണം എന്നുള്ളത്. ഇങ്ങനെ പറയുന്നത് അമ്മ ഉൾക്കൊള്ളുന്ന ഇമോഷൻസ് തീർച്ചയായിട്ടും ഗർഭസ്ഥ ശിശുവിൻ്റെ ബ്രെയിനിലെ പാറ്റേണുകളെ ഉണ്ടാക്കുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മ കുറേ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയിട്ട് ആ ഒരു കഷ്ടതയും ബുദ്ധിമുട്ടുകളൊക്കെ അമ്മ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ കുഞ്ഞിൻ്റെ ബ്രെയിൻ പാറ്റേണിലേക്കും കൂടി വരുന്നതായിരിക്കും. പിന്നെ ആ സമയത്തുള്ള അവരുടെ ചിന്താഗതി, ഇമോഷൻസൊക്കെ നമ്മളെ ബാധിക്കും. പിന്നെ നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ, നമ്മുടെ ആ ഒരു റിലേഷൻ സർക്കിൾ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളുടെ ബ്രെയിൻ അറിവുകളായിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്രെയിനിലത് സൂക്ഷിച്ച് വെക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ചും കൂടി മനസ്സിലാകാനായിട്ട് എളുപ്പമുള്ള ഒരു ഭാഷയിൽ പറഞ്ഞു തന്നാൽ, ഒരു എക്സാമ്പിൾ അടക്കം പറഞ്ഞു തന്നാൽ, ഒരു നായ നിങ്ങളെ കടിക്കാൻ ഓടിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളൊരു 4 പേര് കൂടി സഞ്ചരിക്കുകയാണ്. നിങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഒരു നായ കടന്നു വന്നു. ഈ നായ നിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 4 പേരും 4 രീതികളാണ് ചെയ്യുക. ഒരാൾ ചിലപ്പോൾ ഓടും, അല്ലേ? രണ്ടാമത്തെ ആൾ ചിലപ്പോൾ അവിടെ വല്ല മരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് വലിഞ്ഞു കയറും, അല്ലേ? മൂന്നാമത്തെ ആൾ സ്റ്റെക്കായിട്ട് അവിടെ നിൽക്കും. മറ്റേ ഒരാൾ, സ്ഥാനമുള്ള 4ാമത്തെ ആ ഒരാൾ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ നായയെ ഓടിച്ചു വിടാനായിട്ടോ അല്ലെങ്കിൽ അത് അവിടുന്ന് പോകാനായിട്ട് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ അതിനെ ആക്രമിക്കാൻ, തിരിച്ചതിനെ പേടിപ്പിക്കാനോ എന്തെങ്കിലും ഒന്ന് ശ്രമിക്കും. ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലേ? ഫസ്റ്റ് ഈ നായ ഓടിക്കാൻ വന്നപ്പോഴേ ഓടിയിട്ടുണ്ട് ഒരാൾ, അല്ലേ? അത് അയാളുടെ ബ്രെയിനിലെ പാറ്റേൺ ആണ്. എന്ത് നായ കടിക്കാൻ വന്നു, ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം എന്നുള്ളത് അയാളുടെ ബ്രെയിൻ അങ്ങനത്തെ സിറ്റുവേഷനെ തരണം ചെയ്യാനായിട്ട് അയാളുടെ ബ്രെയിൻ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. ഈ രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തിരുന്നു? അടുത്തുള്ള എന്തിൻ്റെങ്കിലും മേലെ വലിഞ്ഞു കയറി. കാരണം നായയ്ക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, അപ്പം ഞാൻ അവിടെ സേഫ് ആകും എന്ന രീതിയിലാണ് രണ്ടാമത്തെ ആൾ ഉയരങ്ങളിലേക്ക് എവിടെയെങ്കിലും കയറുന്നത്. മൂന്നാമത്തെ ആൾ നായ കടിക്കാൻ വന്നാൽ അനങ്ങാതെ നിൽക്കണം, നമ്മൾ ആക്ഷൻസ് എടുക്കരുത് എന്ന രീതിയായിരിക്കും അയാളുടെ ബ്രെയിൻ പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുക. 4ാമത്തെ ആൾ എന്നെയും എൻ്റെ കൂടെയുള്ള ആളുകളെയും എല്ലാം ഞാൻ സംരക്ഷിക്കണം, ഈ ജീവിയെ ഞാൻ അവിടുന്ന് മാറ്റേണ്ടതുണ്ട്, ഓടിക്കേണ്ടതുണ്ട്, അത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അയാൾ അതിനെ ഓടിക്കാൻ ശ്രമിക്കുന്നു. 4 പേരും 4 സ്വഭാവം കാണിക്കുന്നു. അപ്പോൾ ഈ 4 പേരും വളർന്നത് 4 സാഹചര്യങ്ങളിലാണ്. കാരണം അവർ 4 പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, അവരെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആയിരിക്കുന്ന കാര്യങ്ങൾ 4 രീതിയിലാണ്. മനസ്സിലായോ? അപ്പം ഇവർ 4 സ്വഭാവങ്ങൾ കാണിക്കുന്നത് അവരുടെ ബ്രെയിനിലെ പാറ്റേൺ അനുസരിച്ചിട്ടാണ്. ഇപ്പം നായ കടിക്കാൻ വരുന്നത് ഒരു എക്സാമ്പിൾ ആണെന്ന് മാത്രം. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിൻ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു ആവശ്യം വന്നു, കുറച്ച് പണം എമർജൻസി ആയിട്ട് വന്നു എന്ന് വിചാരിക്കുക, ആവശ്യം വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ കടം വാങ്ങും, പലിശയ്ക്ക് കടം വാങ്ങും, അതല്ല എങ്കിൽ ലോൺ എടുക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യും. എന്നാൽ മറ്റൊരു വ്യക്തി എന്ത് ചെയ്യും? ആ പണം കിട്ടാനായിട്ട് മറ്റെന്തെങ്കിലും ഒരു സോഴ്സ്, അതായത്
കടമല്ലാതെ, ലോണല്ലാതെ തനിക്ക് എങ്ങനെ അതിനെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും, തനിക്ക് എങ്ങനെ അതിനെ ഏൺ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് അയാൾക്കറിയാം. അയാൾ നല്ല ലൈഫിൽ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാൾക്ക് അതിനൊരു സോഴ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. അതും അവരുടെ ബ്രെയിനിലുള്ള ആ ഒരു പാറ്റേൺ ആണ് അവരെ ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത്. മനസ്സിലായി. ഇപ്പോൾ ഏതൊരു സാഹചര്യം, ഇപ്പോൾ ലൈഫിൽ തരണം ചെയ്യാൻ പറ്റാത്ത കുറേ അവസ്ഥകൾ, എന്തെങ്കിലുമൊക്കെ ഒരു ജീവിത പ്രശ്നം വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അവൻ എന്തൊരു മനക്കെട്ടിയാണ്, അല്ലെങ്കിൽ അവൻ്റെ ഒരു മൈൻഡ് സെറ്റ് സമ്മതിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ആളുകൾക്കും അവരെ സ്വാധീനിച്ച ചുറ്റുവട്ടത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബ്രെയിൻ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ചാണ് അവരതിനെ കാണുന്നത് അല്ലേ. സമൂഹത്തിൽ ഒരുപാട് നന്മ ചെയ്യുന്ന നല്ല വ്യക്തികളുണ്ട്, അതുപോലെ ഒരുപാട് ക്രൂരത ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ട് ടീമിൻ്റെയും ബ്രെയിനിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പാറ്റേൺ ആണ് അവരെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നത്. അതായത് ഒരു കാട് വെട്ടി ഒരു വഴി ഉണ്ടാക്കുന്നത് പോലെയാണ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊരു കാട് വെട്ടിയിട്ട് അതിൽ സ്ഥിരമായിട്ട് നടക്കുമ്പോൾ അവിടെ ഒരു വഴി രൂപപ്പെടുന്നു. പിന്നീട് നമ്മൾ ആ വഴിയാണ് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബ്രെയിൻ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു വഴി വെട്ടി വെച്ചിട്ടുണ്ട്. ആ വഴിയെ മാത്രമാണ് നമുക്ക് ആ ഒരു കാര്യത്തിനെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, നമ്മളുടെ ഫോണിന് ഒരു പാറ്റേൺ ഇട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫോൺ ലോക്ക് ചെയ്യാനായിട്ട് എല്ലാവർക്കും, മിക്ക ആളുകൾക്കും ഒരു പാറ്റേൺ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഒരു പിൻ കോഡ് ഉണ്ടാവും, ഒരു പാസ്വേഡ് ഉണ്ടാവും. അപ്പം ഇത് വെച്ച് മാത്രമാണ് ആ ഫോൺ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. വേറൊരാളുടെ പാസ്വേഡ് വെച്ച് നമുക്ക് നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അല്ലേ. ഇത് തന്നെയാണ് നമ്മുടെ ബ്രെയിനിലുള്ള സിസ്റ്റവും. നമുക്ക് ഒരു കാര്യം ഓപ്പൺ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ആവശ്യത്തിനെ നമുക്ക് ഡീല് ചെയ്യണമെങ്കിൽ അതിന് നമ്മുടെ ബ്രെയിൻ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ സാമ്പത്തിക ആവശ്യത്തിനെ ഡീല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചില ആളുകൾ കടം വാങ്ങി ശീലിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കടം വാങ്ങി മാത്രമാണ് അവരുടെ സാമ്പത്തിക ആവശ്യത്തെ പരിഹരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ചില ആളുകൾ ലോൺ എടുത്തിട്ടാണെങ്കിൽ അവർക്ക് അങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ. ചില ആളുകൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത്, കേട്ടിരിക്കുന്നത് എന്തായിരിക്കും, റിലേഷൻഷിപ്പ് പരാജയമാണ്, അവർ ചതിക്കും, അവർ പറ്റിക്കും, റിലേഷൻഷിപ്പ് നമുക്ക് ലൈഫിൽ വാഴില്ല, എനിക്ക് എവിടെ റിലേഷൻഷിപ്പിൽ പോയാലും അവരെന്നെ പറ്റിക്കാറാണ് പതിവ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പാറ്റേൺ ആയിരിക്കും അവരുടെ ബ്രെയിനിൽ. അതുകൊണ്ട് അവർ എത്ര ആത്മാർത്ഥതയുള്ള വ്യക്തിയെ സ്നേഹിച്ചാലും, അല്ലെങ്കിൽ അവർ കണ്ടുമുട്ടിയത് ഇത്ര നല്ല വ്യക്തിയാണെങ്കിലും, മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ വ്യക്തി അവരിൽ നിന്ന് അകന്നു പോകാനായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവുകയും അത് അകന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഏതൊരു സാഹചര്യത്തിനും നമ്മുടെ ലൈഫിൽ ആപത്ത് വരുമ്പോഴായിക്കോട്ടെ, സന്തോഷം വരുമ്പോഴായിക്കോട്ടെ, ഏതൊരു സാഹചര്യത്തിനെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ പറ്റിയിട്ട് നമ്മളുടെ ബ്രെയിനിനൊരു ധാരണയുണ്ട്. അത് പഠിച്ചു വെച്ചിരിക്കുന്ന ധാരണ. ആ ധാരണയിൽ മാത്രമാണ് ബ്രെയിൻ നമ്മളെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പണക്കാരായ വീട്ടിൽ ജനിച്ച കുട്ടികൾ അവർ തുടർന്ന് പണക്കാരായിട്ട് ഒന്നിനു മേലെ ഒന്നായിട്ട് വീണ്ടും വീണ്ടും അവർ നേടിക്കൊണ്ടിരിക്കും. കാരണം അവർ ഗർഭസ്ഥമായി പുറത്ത് വന്ന് ജനിച്ചതിന് ശേഷം അവരുടെ ഫാമിലിയിൽ അവരുടെ സമ്പത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവരെ അനുഭവിക്കുന്നത് മുഴുവൻ സാമ്പത്തികമായിട്ടുള്ള സുലഭമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രെയിനിൻ്റെ സമ്പത്തിൻ്റെ തന്നെ പാറ്റേണുകൾ രൂപപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത്? വില കൂടിയ സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പണത്തിൻ്റെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടാവും. ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും വളരുന്ന ഒരു കുഞ്ഞിൻ്റെ ബ്രെയിനിൽ അവൻ വളർന്നു വരുമ്പോൾ സമ്പന്നതയുടെയും സമൃദ്ധിയുടെയും പാറ്റേണാണ്. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു തലമുറ തന്നെ സമ്പത്തിൽ നിന്ന് സമ്പത്തിലേക്കായിട്ട് ഇങ്ങനെ പോകും. നമ്മൾ പറയും കാരണവന്മാരെ സമ്പാദിച്ചതൊക്കെ അവരോട് സുഖമായിട്ട് ജീവിക്കുന്നു. പക്ഷേ കാരണവന്മാർ സമ്പാദിച്ച് വെച്ചിരിക്കുന്നതിനെ ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാനും എളുപ്പമാണ്. നശിപ്പിച്ച് കളയുന്നവരുണ്ട്. കാരണം ആ ഒരു രീതിയിലുള്ള പാറ്റേണാണ് അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ നശിപ്പിച്ച് കളയുന്നവരുണ്ട്. പക്ഷേ സമ്പത്തിൽ അവരിങ്ങനെ പോകുന്നു. ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ ജനിച്ച കുട്ടി അവനെന്താണ് കേട്ട് വളരുന്നത്? ഇല്ലായ്മയാണ്, അവൻ പ്രശ്നങ്ങളാണ്, സങ്കടങ്ങളാണ് കേട്ട് വളരുന്നത്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ എത്ര എഡ്യൂക്കേഷൻ നേടിയാലും, ഏതൊരു ലെവലിൽ പോയാലും ശരി, അവൻ ആ ഇല്ലായ്മയിലോട്ട് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവനും ദരിദ്രമായ ഒരു ജീവിതത്തിലേക്ക് പോകും. ഡോക്ടറുടെ മകൻ ഡോക്ടറാകും, നിങ്ങൾക്കറിയാം അല്ലേ? ഡോക്ടർ മകൻ മിക്കപ്പോഴും അത് മറ്റൊരു രീതിയിൽ അവർ മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവർ മറ്റൊരു മേഖലയിലേക്ക് പോകുന്നുള്ളൂ അല്ലേ? ഇപ്പം സിനിമാ മേഖലയിലാണെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ളവരെല്ലാം ഭൂരിഭാഗം ആളുകളും, അല്ലെങ്കിൽ മക്കളാണെങ്കിലും ശരി, ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. കാരണം അവരുടെ ബ്രെയിനിലേക്ക് ഈ ഒരു പാറ്റേൺ സ്ഥിരമായിട്ട് കൂടുതൽ അവിടെ സംസാരിക്കുകയും കൂടുതൽ അവിടെ ആക്ടിവേറ്റ് ആകുകയും ചെയ്യുന്നത് ഏത് കാര്യമാണോ
അതാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറയാറുണ്ട് കുട്ടികളെ മുന്നിൽ വെച്ച് മോശം ഭാഷ സംസാരിക്കരുത്, കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്കുണ്ടാക്കരുത്, ഇങ്ങനെയൊക്കെ പറയുന്നത് അവരുടെ ബ്രെയിൻ അതിനെ ശീലമാക്കും. നിരന്തരം കിട്ടുമ്പോൾ അവരുടെ ബ്രെയിൻ അതിനെ ശീലമാക്കുകയും അവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുകയും ചെയ്യും. അത് എല്ലാ ഇമോഷൻസും അങ്ങനെ തന്നെയാണ്. നമുക്കതിനെ റീവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മുടെ ഫോണിലെ കോൺടാക്റ്റ് എടുത്ത് നോക്കുക. നമ്മൾ സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് നോക്കുക. അവരുടെ നിലവാരം എന്താണ്, അവർ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ് നോക്കുക. അപ്പം നമ്മൾ അവരുമായിട്ടാണ് ഡീപ്പായിട്ട് ക്ലോസ് ആയിട്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ, ആ ഒരു ലെവലിലായിരിക്കും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ നിലവാരം പതുക്കെ ഉയർത്താനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സർക്കിൾ പരിശോധിക്കുക. അതിനുശേഷം നമ്മൾ ഏത് ലെവലിലേക്കാണ് ഉയരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ലെവലിലുള്ള ആളുകളെ പറ്റി ചിന്തിക്കുക, അവരെ പറ്റി അറിയുക, അവരെ പറ്റി അന്വേഷണങ്ങൾ നടത്തുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കുക. അങ്ങനെ പതുക്കെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സർക്കിൾ, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ പതുക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ നിലനിൽക്കുന്ന ആ ഒരു പഴയ പാറ്റേൺ, അതായത് നിങ്ങളെ വളരാൻ അനുവദിക്കാത്ത, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ആ ഒരു പാറ്റേൺ പതുക്കെ ഡിലീറ്റ് ആയിട്ട് അവിടെ പുതിയ വഴി തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കാട് വെട്ടി നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടൊരു വഴി ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒരു കഷ്ടപ്പാടുണ്ടാവും അല്ലേ? കാടൊന്ന് വെട്ടി നീക്കി അവിടെ എത്തണം അല്ലേ? അപ്പോൾ അതിനുശേഷം ആ വഴി ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ വഴി ഈസി ആയിട്ട് സഞ്ചരിക്കാം. അതുപോലെ തന്നെയാണ് നല്ല വ്യക്തിബന്ധങ്ങളെ ഉണ്ടാക്കുക. അത് നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണോ ആ മേഖലയിലുള്ള ആളുകളെ പറ്റി അറിയുക, അവരെ പറ്റിയുള്ള വീഡിയോസ് കാണുക, അവരുടെ ഇൻ്റർവ്യൂസ് കാണുക, അവരെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്യുക, അവരെ പറ്റി ഇമാജിൻ ചെയ്യുക, അന്വേഷണങ്ങൾ നടത്തുക. പതുക്കെ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിലേക്ക് മാറുന്നതായിരിക്കും. ബ്രെയിനിന് കൊടുക്കുന്ന പുതിയ പരിശീലനം, പുതിയ സ്വഭാവം, ഇതാണ് നമുക്ക് ആവശ്യം. അപ്പം നമ്മൾ ഇതുവരെയുള്ള നമ്മളുടെ ബ്രെയിനിൻ്റെ പഴയ സ്വഭാവമാണ് നമ്മളെ വളരാൻ അനുവദിക്കാത്തത്. നമ്മുടെ ജന്മം കൊണ്ട്, നമ്മുടെ വളർച്ച കൊണ്ട്, നമ്മളുടെ ചിന്ത കൊണ്ടെല്ലാം നമ്മളൊരു നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് നിൽക്കുമ്പോൾ നമ്മൾ നിരാശ, ഡിപ്രഷൻ, ആങ്സൈറ്റി, ദാരിദ്ര്യം എന്നിവ അനുഭവിക്കുന്നു. ഇതിനെ തീർച്ചയായിട്ടും മാറ്റണമെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ സ്വഭാവം മാറ്റണം. ബ്രെയിനിലുള്ള പഴയ കാര്യങ്ങളെല്ലാം അൺഇൻസ്റ്റോൾ ചെയ്ത് കളഞ്ഞതിന് ശേഷം പുതിയ കാര്യങ്ങളെ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യണം. പഴയ സോഫ്റ്റ്വെയർ മോശമാണോ അല്ലയോ എന്ന് പരിശോധിക്കുക, മോശമായ സോഫ്റ്റ്വെയറിനെ മാറ്റുക, പുതിയ സോഫ്റ്റ്വെയറിനെ ഇൻസ്റ്റോൾ ചെയ്യുക. ഇതിൽ ഞങ്ങളുടെ സഹായം ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുന്ന തെറാപ്പി, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് കൂടുതൽ നല്ല കാര്യങ്ങളെ എങ്ങനെ ബ്രെയിനിലോട്ട് ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങളെ മറ്റൊരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ രക്ഷ നേടാനായിട്ട് സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ എപ്പോഴും, എങ്ങനെ ഡ്രീംസിനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും, എപ്പോഴും മറ്റൊരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇതിനെല്ലാം സഹായിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ. താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്ക് വഴിയോ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ മാറ്റി പ്രോഗ്രാം കൊടുക്കുക. തീർച്ചയായിട്ടും 100% നിങ്ങൾ സക്സസ് ആയിരിക്കും. എല്ലാ മനുഷ്യന്മാർക്കും സെയിമാണ് അവരുടെ ബ്രെയിനും ചിന്താഗതിയും എല്ലാം. നമ്മൾ ഒന്ന് മനസ്സ് വെച്ച് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വിജയം എല്ലാവരെയും പോലെ നമുക്കും ഉണ്ടാവും. ആ വിജയിയായ സക്സസ്സായ വളരെ ചുരുക്കം ആളുകളുടെ നിലയിലേക്ക്, ലെവലിലേക്ക് പതുക്കെ നമുക്കും കയറി ചെല്ലാം, നമുക്കും സക്സസ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു സോ മച്ച്.